പാലക്കാട് ഉണ്ടായിട്ടില്ല. ഉറപ്പാണ് ശോഭ ചേച്ചി. ശോഭ ചേച്ചി നോക്കുക വേണ്ട. ഇത്തവണ എന്തൊക്കെയാ മോദി എന്തൊക്കെ പറയുന്നത് നിങ്ങളൊരു പ്രതീക്ഷ? എന്താ പറയുന്നത് വെച്ചാൽ നമ്മളെ കണ്ടന്റാണ് പറയുന്നത് അറിയില്ലല്ലോ. മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിയില്ല, നമുക്കറിയില്ലല്ലോ. കുറച്ച് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ അത് ഉറപ്പാണ്. ശോഭ ചേച്ചി ഉറപ്പായി പാലക്കാട്. ഓ ഞാൻ ഇവിടെ പാലക്കാട് തന്നെയാണ്. ശോഭ ചേച്ചി ജയിച്ചിരിക്കും പ്രാവശ്യം. പാലക്കാട് എടുത്തിരിക്കും. നരേന്ദ്രമോദി വരുന്നു. ഇത്രയും 10,000 പേര് ഇപ്പൊ സദസ്സിലല്ലോ കണ്ടില്ലേ? നിങ്ങൾ ഉള്ളിൽ പോകാൻ പറ്റുന്നില്ല. അതിന് ഞങ്ങൾ അതന്നെയാണ്, ഞങ്ങൾ വെളിയിൽ വന്ന് നിൽക്കണം. ഉള്ളിക്ക് കയറാൻ പറ്റുന്നില്ല, അത്രയും തിരക്കാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നരേന്ദ്രമോദി പറയുന്നത് കേൾക്കാനും കേൾക്കാൻ തന്നെയാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാവും ആയിരിക്കും. തെരഞ്ഞെടുപ്പ് വരും പോവും. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു ആരാധ്യ പുരുഷനെ നമ്മൾക്ക് കാണാൻ കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ത്യ എന്താണ്, ഇന്ത്യയുടെ എന്താണെന്ന് ഇന്ത്യ തെളിയിച്ച ഒരു അറിയപ്പെടുത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. തുടരട്ടെ. നമുക്കങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ ആര് എന്ത് ചെയ്യുന്നു, നല്ല നാട്ടിലെ ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ ശൗചാലയം പണിതു, ഗ്യാസ് കൊടുത്തു, എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഗ്യാസിന് ദൗർലഭ്യമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും പലരും പറയുന്നുണ്ട് ഗ്യാസിന് ദൗർലഭ്യമുണ്ട്, അത് പിന്നെ ഹോട്ടലൊക്കെ അടച്ചു കൊടുക്കുന്നത്. അതൊക്കെ ഇറ്റ് ക്യാൻ ബി മാനേജബിൾ. അത് പ്രതിസന്ധിയിലേക്ക് പോയിട്ടില്ല. ഇല്ല, വലിയ പ്രതിസന്ധി. പക്ഷേ ഇതുപോലെ പ്രധാനമന്ത്രി നമ്മൾ കണ്ടിട്ടില്ല. ഇതുപോലെ പ്രധാനമന്ത്രി നമ്മൾ കണ്ടിട്ടേ ഇല്ല. സൂപ്പറിലാണ്. അത് ഫാൻ ആയതുകൊണ്ട് പറയല്ല, അതങ്ങനെയാണ്. എവിടുന്നാണ് അവൻ? എന്താണ് കർണാടക വെച്ച് സൂപ്പർ ആയിട്ടല്ലോ. എവിടുന്നാ വരുന്നേ? ഉള്ളിൽ കയറാൻ പറ്റാത്തതിന് വിഷമമുണ്ടോ? വിഷമമുണ്ട്. ഇപ്പൊ തീരെ പോകുന്നേ കാണാൻ പറ്റുള്ളൂ അല്ലേ? മുമ്പ് വന്നപ്പോ കണ്ടോ? കഴിഞ്ഞ കൊല്ലം വന്നപ്പോ കണ്ടിരുന്നോ? കഴിഞ്ഞ കൊല്ലം റോഡ് ഷോയ്ക്ക് വന്നപ്പോ കണ്ടിരുന്നോ? പോസ്റ്റ് ഓഫീസിന് അതിനെ കയ്യൊക്കെ വീശി പോയപ്പോ കണ്ടിരുന്നോ? അപ്പൊ കണ്ടിരുന്നില്ല. അപ്പൊ കണ്ടില്ല. സ്റ്റേഡിയത്തിൽ വെച്ച് കണ്ടോ? അടിപൊളി. എന്താണ് സ്ത്രീകളൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് ചേച്ചിമാരെ ഉള്ളിൽ കയറാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാണോ? ഒരുപാട് വിഷമമുണ്ട്. നേരത്തെ വന്നിട്ടും കയറാൻ പറ്റിയില്ല.